നാരദ മഹർഷി പറഞ്ഞു. ശനിദേവന്റെ അവസ്ഥയാണ് ഇതിനെല്ലാം കാരണം. ഇത്രയും പറഞ്ഞതിന് ശേഷം ദേവർഷി നാരദൻ ആലിലയും അതിൻ്റെ ഫലങ്ങളും കഴിച്ച് ജീവിച്ച ആ ബാലന് പിപ്പലാദൻ എന്ന പേരിട്ട് ദീക്ഷ നൽകി. നാരദൻ പോയതിനു ശേഷം പിപ്പലാദൻ നാരദന്റെ ഉപദേശപ്രകാരം കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ബ്രഹ്മദേവൻ പിപ്പലാദനോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. പിപ്പലാദൻ തൻ്റെ കാഴ്ച കൊണ്ട് ഏത് വസ്തുവിനെയും ദഹിപ്പിക്കാനുള്ള ശക്തിയാണ് ചോദിച്ചത്. ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയ പിപ്പലാദൻ ആദ്യം ശനിദേവനെ വിളിച്ച് തൻ്റെ മുൻപിൽ ഹാജരാക്കി. ശനിദേവൻ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുറന്ന് ശനിദേവനെ ദഹിപ്പിക്കാൻ തുടങ്ങി. ശനിദേവന്റെ ദേഹം വെന്തു തുടങ്ങി. പ്രപഞ്ചത്തിൽ ആരവങ്ങൾ ഉയർന്നു. സൂര്യപുത്രനായ ശനിയെ സംരക്ഷിക്കുന്നതിൽ എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടു. മകൻ തൻ്റെ കൺമുന്നിൽ വെന്തുരുകുന്നത് കണ്ട സൂര്യദേവൻ പോലും